UN സഭയെ പിരിച്ചു വിടണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പ്രബലമായി വന്നിരിക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് അമേരിക്ക ഇതിനെ ഉപയോഗിക്കുന്നത്. അതിനെ ഇനി അനുവദിക്കില്ല. ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകളൊക്കെ അമേരിക്ക പറഞ്ഞു. എന്നാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഫലസ്തീനെതിരെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് പറയുന്നത്. അതായത് വേട്ടക്കാരോടൊപ്പമാണ്, പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പമല്ല. ഇതിനു വേണ്ടി UN വേദിയെ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ലോകത്തിന് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. മൂന്നാം ലോക രാജ്യത്തിനും ദരിദ്ര രാജ്യത്തിനും പ്രത്യേകിച്ച് ഗുണമില്ലാത്ത ഈ സംഘം അമേരിക്കയുടെ ചട്ടകമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 193 രാജ്യങ്ങൾ അംഗത്വമുള്ളതാണ് UN സഭ എന്ന് പറയുന്നത്. ലോകത്തിലെ പരമാവധി രാജ്യങ്ങളൊക്കെ ഇതിലുണ്ട്. വത്തിക്കാൻ സിറ്റി ഫലസ്തീൻ എന്ന ഒബ്സർവേഷൻ സ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കപ്പെട്ട അവരും കൂടി ചേരുമ്പോൾ ഏകദേശം 195ആയി. 1945 ഒക്ടോബർ 24 ന്യൂയോർക്കിൽ ഇത് സ്ഥാപിതമായത്. രണ്ടാം ലോക യുദ്ധത്തെ 1939 1945 വരെയുള്ള രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചുള്ള ദുരന്തവും വിഷയങ്ങളും പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്, ഇത് സ്ഥാപിക്കപ്പെട്ടത്. യുദ്ധം തടയുക, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കുക, മാനവാവകാശ സംരക്ഷണം നടത്തുക, സാമ്പത്തിക സാമൂഹിക പുരോഗതി ഉണ്ടാക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഉണ്ടാക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമായിട്ട്